ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അല്പം സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന സമയമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്ത്യക്ക് ഭീഷണിയാകുന്ന രീതിയിൽ പാകിസ്ഥാൻ പുതിയ പടക്കോപ്പുകളൊക്കെ തയ്യാറാക്കി വെക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്താ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നവും പ്രതിബന്ധവും ഇന്ത്യയുടെ പ്രഹരശേഷിക്ക് അതിന് പകരം വെക്കാനായിട്ട് പാകിസ്ഥാൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ തൊടുത്തു വിട്ടു, അതിനെ തടയാൻ പാകിസ്ഥാന് പറ്റിയില്ല. എന്നാൽ ഇന്ത്യയിലേക്ക് തൊടുത്തുവിടാൻ ബ്രഹ്മോസിനെ മറികടക്കുന്ന തരത്തിലുള്ള മിസൈലുകളോ മറ്റോ അവരുടെ കയ്യിലില്ല, യുദ്ധവിമാനങ്ങളില്ല. അപ്പോൾ അതിന് പരിഹാരം എന്ന നിലയിൽ ഇപ്പോൾ ഇന്ത്യയുടെ റഫേൽ 4.5 ജനറേഷൻ യുദ്ധവിമാനമാണ്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വരുന്ന ഡിസംബറിൽ ചൈനയിൽ നിന്ന് പാകിസ്ഥാന് കിട്ടും. ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവതരമായ ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. അതായത് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ വാഷിങ്ടൺ പോസ്റ്റാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് ചൈനയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. അത് ആണവ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ, അതായത് അതിലൊരു ആറ്റം ബോംബ് ഘടിപ്പിച്ച് വേണമെങ്കിൽ അത് തൊടുത്തുവിടാം. ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത് 5500 കിലോമീറ്റർ വരെയാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് അത് തൊടുത്തുവിട്ടാൽ വേണമെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും നഗരത്തെ അത് ചാമ്പലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അമേരിക്കയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ മിസൈൽ പദ്ധതി തയ്യാറാക്കുന്നു എന്ന തരത്തിലാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനെ ഒരു ആണവ എതിരാളിയായിട്ട് പ്രഖ്യാപിക്കാം. അതായത് ആണവ പോർമുനയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളെയാണ് അമേരിക്ക ആണവ എതിരാളികളായിട്ട് പ്രഖ്യാപിക്കുക. അത്തരം ഉള്ള രാജ്യങ്ങൾ റഷ്യ, ചൈന, നോർത്ത് കൊറിയ, കിം ജോങ്ങിൻ്റെ നോർത്ത് കൊറിയ, ഇത്രയും രാജ്യങ്ങളെയാണ് അത്തരത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇത്തരം ബാലിസ്റ്റിക് മിസൈൽ, അതായത് ചൈനയുടെ പിന്തുണയോടുകൂടി ഇത് തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരം. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടി താല്പര്യമുള്ളത്. നിലവിൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് അതായത് മീഡിയം ആൻഡ് ഷോർട്ട് റേഞ്ച്, അതായത് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കാരണം അവർ ഇന്ത്യയാണ് പ്രധാന എതിരാളിയായി കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ആവശ്യകതയില്ലായിരുന്നു. അവർക്ക് കൈവശമുള്ളതിൽ വെച്ച് ഏറ്റവും മുന്തിയ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഷഹീൻ 3 ആണ്. അതിൻ്റെ പരമാവധി ദൂരം 2700 കിലോമീറ്ററാണ്. അത് 2022 അത് വിജയകരമായി അവർ പരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഷഹീൻ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ഇവർ ഈ വലിയ രീതിയിലുള്ളൊരു മിസൈൽ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. കാരണം പാകിസ്ഥാൻ നിലവിൽ ഈ ആണവ നിർവ്യാപന കരാറിൻ്റെ ഭാഗമല്ലാത്ത ഒരു ആണവ ശേഷിയുള്ളൊരു രാജ്യമാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ ഏതാണ്ട് 170 ആറ്റം ബോംബുകളുണ്ട്. എന്നാൽ അത് ഈ ആണവ നിർവ്യാപന കരാറിൻ്റെ ആ പട്ടികയിൽ പെടാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്ക് ഒരു ആണവ ഭീഷണിയാണ് എന്നതുപോലെ പാകിസ്ഥാനെ ഒരു ഘട്ടത്തിൽ അമേരിക്ക ഒരു എതിരാളി രാജ്യമായി കണ്ടാൽ ഇറാന് സംഭവിച്ച ഒരു പ്രശ്നം തങ്ങൾക്കുണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തയ്യാറാക്കുന്നത് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതായത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ ഉള്ള പര്യാപ്തമായ ആയുധം തയ്യാറാക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസിം മുനീർ അമേരിക്കയിലെത്തിയത്. അപ്പോൾ രണ്ട് നേതാക്കളും, അതായത് ട്രംപും അസിം മുനീറുമായി വളരെ ഒരു അടുത്തിടപഴകുകയും സൗഹൃദത്തിലാവുകയും ആ രീതിയിൽ, അതായത് ഒരു അതായത് ഒരു പ്രോട്ടോകോളിൻ്റെ പോലും പരിഗണന ഇല്ലാതെയാണ് നേതാക്കൾ തമ്മിൽ ധാരണയായത്. അതായത് പാകിസ്ഥാന് 5ാം തലമുറ യുദ്ധവിമാനങ്ങളും ദീർഘദൂര മിസൈലുകളും നൽകാമെന്നാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അമേരിക്ക ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. കാരണം പാകിസ്ഥാൻ്റെ സൈനിക ആയുധശേഷി വല്ലാണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ, അതായത് ഇന്ത്യക്കുണ്ടായ മേൽക്കോയ്മയെ മറികടക്കാൻ എന്നുള്ള പ്രതീതിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതേസമയം ഇന്ത്യൻ കരുതി തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ ആയുധങ്ങൾ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം വയ്ക്കാനായിട്ട് 40,000 കോടി രൂപയുടെ ബജറ്റ് 3 സേനയ്ക്കുമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 2,000 കോടി രൂപയുടെ ആയുധങ്ങൾ ഇതിനോടകം തന്നെ
വാങ്ങിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ വാങ്ങുക എന്നുള്ള ലേബലിൽ 2000 കോടി രൂപയുടെ ആയുധങ്ങൾ ഇതിനോടകം തന്നെ വാങ്ങി. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പ്രധാനമായും ആ 2000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങിയതിൽ പ്രധാനമായും സൈനികരുടെ സുരക്ഷയെ കരുതിയുള്ള ആയുധങ്ങളാണ് ഏറ്റവും. കാരണം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ബാലിസ്റ്റിക് ഹെൽമെറ്റുകൾ, അതേപോലെ തന്നെ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചെറു വിമാനങ്ങൾ, അതേപോലെ തന്നെ ഡ്രോണുകൾ, പിന്നെ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. അതായത് നമുക്ക് S-400 പോലുള്ള വലിയ ബൃഹത്തായ എയർ ഡിഫൻസ് സിസ്റ്റമുണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. എന്നാൽ ചെറിയ രീതിയിലുള്ളൊരു വ്യോമ പ്രതിരോധ സിസ്റ്റവും തയ്യാറാക്കുന്നുണ്ട്. അതുമാത്രമല്ല ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇപ്പോൾ വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 3 സേനയ്ക്കും തുല്യമായി 2000 കോടി രൂപയുടെ അടിയന്തര സാമഗ്രികൾ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ചെലവാക്കിയ അല്ലെങ്കിൽ നമ്മൾ വിനിയോഗിച്ച ആയുധങ്ങൾക്ക് പകരമായി അടിയന്തരമായി തന്നെ പുതിയ ആയുധങ്ങൾ നമ്മൾ സേനയിൽ എത്തിച്ചിട്ടുണ്ട്. അത് ഏറിയ പങ്കും തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ 40,000 കോടി രൂപ ഇതിനോടകം തന്നെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ വെല്ലുവിളികൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇത്തരത്തിൽ വലിയ മിസൈൽ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നു, 5ാം തലമുറ വിമാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ തരത്തിലുള്ള ആയുധ സംഭരണത്തിലേക്ക് ഇന്ത്യയും കടക്കുമെന്നാണ് സൂചന. സ്വാഭാവികമായിട്ടും ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ആയുധമായിട്ടും അല്ലാതെയും. അപ്പോൾ എന്തു വന്നു കഴിഞ്ഞാലും ഇരു രാഷ്ട്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അത് മേക്കപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞതുപോലെ 40,000 കോടി അനുവദിച്ചു, ഇന്ന് 2,000 കോടിയുടെ ആയുധങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വാങ്ങുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ പാകിസ്ഥാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കില്ല ഒരുപക്ഷെ ഈ ഭൂഖണ്ഡാന്തര, അതായത് പാകിസ്ഥാൻ അവരുടെ ബലഹീനത കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അവർ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെയാണ് ആശ്രയിച്ചിരുന്നത്. അത് പൂർണ്ണ പരാജയമായിരുന്നു. അപ്പോൾ അതിന് ചൈന കൊടുത്ത മറുപടിയാണ് ഏറ്റവും വിചിത്രമായത്. കാരണം ഇത് ഉപയോഗിക്കാൻ അറിയാത്തവർ ഉപയോഗിച്ചത് കൊണ്ടാണ് അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകാതിരുന്നതെന്നുള്ളതാണ്. പക്ഷേ വാസ്തവം എന്തെന്നാൽ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു സൂപ്പർസോണിക് മിസൈലാണ് അവിടെ ചെന്ന് എല്ലാം അടിച്ചു തകർത്തത്. അപ്പോൾ അതിനെ ഇവരുടെ റഡാർ സംവിധാനം ഡിറ്റക്റ്റ് ചെയ്താൽ തന്നെയും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ തകർക്കുക അസാധ്യമാണ്. കാര്യം ശബ്ദത്തിൻ്റെ 3 മടങ്ങ് വേഗതയിലാണ് അത് പാഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനെ പിന്തുടർന്നൊരു മിസൈലിന് അതിനേക്കാൾ വേഗതയിലുള്ള മിസൈൽ ചെന്നാലേ തകർക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ബ്രഹ്മോസിനേക്കാൾ താഴേക്കിടയിലുള്ള മിസൈലുകളാണ്. അത് പാഞ്ഞ് ചെന്നാൽ അതിൻ്റെ പുറകെ പിടിക്കാമെന്നല്ലാണ്ട് അതിനെ തകർക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു പാളിച്ച വന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പകരം അമേരിക്കയുടെ പേട്രിയറ്റ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അവർ വാങ്ങാൻ പുറപ്പെടുന്നുണ്ട്. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ ഇന്ത്യക്ക് ഒരു മേൽക്കോയ്മ നൽകിയിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാനായിട്ടാണ് അവർ ചൈനയുടെ കയ്യിൽ നിന്ന് 5ാം തലമുറ വിമാനങ്ങളെക്കുറിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നത്. ഇന്ത്യയും സമാനമായ രീതിയിൽ, ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരം ആയുധങ്ങൾ സംഭരിക്കുമ്പോൾ സമാനമായ രീതിയിൽ ഇന്ത്യയും നമ്മുടെ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടണം, അതിൻ്റെ പ്രാപ്തി കൂട്ടണം. അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യയും ആരംഭിച്ചിട്ടുണ്ട്. മിക്കവാറും റഷ്യയിൽ നിന്ന് വൻതോതിലുള്ള ആയുധ സംഭരണം ഇന്ത്യ നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പതിവ് പങ്കാളികളായ അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ഈ കാര്യത്തിൽ ഇന്ത്യയോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.